ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ദോശ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് വെളുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗള് കടലയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു ചെറിയ കപ്പ്. അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കുതിർത്താനായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കൊടുത്തൊന്ന് മൂടി വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് എടുക്കുന്നത്. അപ്പോൾ അതാ കടലൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് ഇനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ കടല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും ഒരു അരമുറി തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പാണ്, ഒരു സ്വല്പം മല്ലിച്ചപ്പും. പിന്നെ അതിലേക്ക് അരക്കാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ഗോതമ്പ് പൊടി. ഇനി ഒരു മുട്ടയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വീഡിയോയിൽ എടുത്തത് കിട്ടിയിട്ടില്ല, അതാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചത്. ഇതിലേക്ക് 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായ ശേഷം മാവ് അതിലേക്ക് ഒരു തവി എടുത്ത് ഒഴിച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് അടിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ദോശയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും തടവി കൊടുത്താൽ മതി. അപ്പോൾ അതാ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വേവണം, ഇല്ലെങ്കിൽ അത് എടുത്ത് ഇടുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് 2ാമത്തെ ദോശയും അതുപോലെ മാവൊഴിച്ച് ചിറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ, ഒരു പ്രത്യേക രുചിയുണ്ട്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 ദോശ ഉണ്ടാക്കിയിട്ട് ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ്. ഈ ദോശ കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട, വെറുതെ തന്നെ കഴിക്കാം. നമ്മൾ 2 വർഷത്തോളമായി വീഡിയോ ചെയ്യാനും തുടങ്ങിയിട്ട് ആരും ഇതുവരെ സപ്പോർട്ട് ചെയ്യണില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.